ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേഴ്സസ് ലൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെലിവറിക്ക് ശേഷം മദറിന് വരാൻ ചാൻസ് ഉള്ള ഇമോഷണൽ ചേഞ്ചസ് ആണ്. എന്താണ് ബേബി ബ്ലൂ, എന്താണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആൻഡ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്നൊക്കെ ഡീറ്റെയിൽ ആയി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. ബേബി ബ്ലൂസ് ടൈമിംഗ് 3 to 5 days ആഫ്റ്റർ ഡെലിവറി. ഡെലിവറിക്ക് ശേഷം 3 to 5 daysലാണ് ബേബി ബ്ലൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ സിംറ്റംസ് പറഞ്ഞാൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, മൈൽഡ് ടിയർഫുൾനെസ് ഉണ്ടാവും, ഇറിറ്റബിലിറ്റി, മൈൽഡ് ആൻസൈറ്റി. അമ്മയ്ക്ക് മൂഡ് സ്വിങ്സും ഇറിറ്റബിലിറ്റി ഒക്കെ ഉണ്ടാവും. അതുപോലെ മൈൽഡ് ആയിട്ടുള്ള ആൻസൈറ്റി, ടിയർഫുൾനെസ് ഒക്കെ ഉണ്ടാവും. ഡ്യൂറേഷൻ ഷോർട്ട് ലിവ്ഡ്, റിസോൾവ്സ് ഓൺ ഇറ്റ്സ് ഓൺ. അതായത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവത്തുള്ളൂ, പിന്നെ അത് സ്വന്തമായിട്ട് അങ്ങനെ തന്നെ അത് മാറിപ്പോക്കോളും. നമുക്ക് വേറെ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കെയർ, നമുക്ക് എന്ത് കെയർ ആണ് അമ്മയ്ക്ക് ഈ ടൈമിൽ കൊടുക്കേണ്ടതെന്നാണ്. ഇമോഷണൽ സപ്പോർട്ട്, അമ്മേനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. റെസ്റ്റ് ആൻഡ് റീഅഷ്യൂറൻസ്, അമ്മയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കൊടുക്കുക. അതുപോലെ റീഅഷ്യൂർ ചെയ്യുക, അമ്മേനെ എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞ് റീഅഷ്യൂർ ചെയ്യുക. ഇത്രയാണ് ബേബി ബ്ലൂസ്. നെക്സ്റ്റ് വൺ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ടൈമിങ്സ് can appear anytime within the first year, usually after 2 weeks. ഇവിടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഡെലിവറി കഴിഞ്ഞുള്ള ഫസ്റ്റ് ഇയറിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, പക്ഷെ യൂഷ്വലി കാണപ്പെടുന്നത് ആഫ്റ്റർ 2 വീക്സിന് ശേഷമാണ്. സിംറ്റംസ്: പെർസിസ്റ്റന്റ് സാഡ്നസ്, ഫറ്റീഗ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, ആൻസൈറ്റി, ഡിഫിക്കൽട്ടി ടു ബോണ്ട് വിത്ത് ബേബി. ഇവിടെ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള സാഡ്നസ് ആണ്. എന്നാൽ ബേബി ബ്ലൂസിൽ അവിടെ മൈൽഡ് ആയിട്ടുള്ള ആൻസൈറ്റി, മൈൽഡ് ആയിട്ടുള്ള ടിയർഫുൾനെസ്, സാഡ്നസ് ഒക്കെ ആയിരിക്കും. എന്നാൽ ഡിപ്രഷനിലേക്ക് വരുമ്പോൾ അവർ പെർസിസ്റ്റന്റ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള സാഡ്നസ് ഉണ്ടാവും. അതുപോലെ അവർക്ക് ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. അതുപോലെ ബേബി ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ബോണ്ടിങ് ഇവിടെ ഉണ്ടാവുന്നില്ല. അമ്മയ്ക്ക് ഡിപ്രഷനാണ്. ഇതിന്റെ സിവിയാരിറ്റി നോക്കാം. മോഡറേറ്റ് ടു സിവിയർ, അഫക്ട് ഡെയിലി ഫങ്ഷനിങ്. അമ്മയ്ക്ക് ഡെയിലി ചെയ്യുന്ന ഫങ്ഷൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഇനി നമുക്ക് എന്തൊക്കെ കെയർ ആണ് അമ്മയ്ക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കാം. മെഡിക്കൽ ഇവാലുവേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തുക. അതുപോലെ കൗൺസിലിംഗ് കൊടുക്കുക, അമ്മയ്ക്ക് പ്രോപ്പർ ആയിട്ട് കൗൺസിലിങ്ങും സപ്പോർട്ടൊക്കെ കൊടുക്കുക. സംടൈംസ് മെഡിക്കേഷൻ, ചിലപ്പോൾ മെഡിക്കേഷൻ കൊടുക്കേണ്ടി വരും. അമ്മയ്ക്ക് ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ആൻസൈറ്റി കുറയ്ക്കാനുള്ള മെഡിക്കേഷൻ, അതുപോലെ ഡിപ്രഷൻ കൊടുക്കാനുള്ള മെഡിക്കേഷനൊക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അമ്മ ഓക്കെ ആണെങ്കിൽ മെഡിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ സ്പെഷ്യൽ നോട്ട് എന്ന് പറഞ്ഞാൽ റിക്വയർ അറ്റൻഷൻ, ഡസ് നോട്ട് ഇംപ്രൂവ് വിത്തൗട്ട് സപ്പോർട്ട്. അതായത് അമ്മയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കണം. അമ്മ ഇങ്ങനെ ഒന്നിനോട് ഇൻട്രസ്റ്റ് ഇല്ലാതെയൊക്കെ ഇരിക്കുകയോ അല്ലെങ്കിൽ ഡിപ്രഷൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുക, കൗൺസിലിംഗ് കൊടുക്കുക, പ്രോപ്പർ ആയിട്ട് അമ്മയെ കെയർ ചെയ്യുക. ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അമ്മ നോർമൽ ലൈഫിലേക്ക് വരത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മ ഓക്കെ ആവത്തുള്ളൂ. അപ്പം മാക്സിമം കൂടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അമ്മയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അറ്റൻഷൻ ആവശ്യമുണ്ട്. ഇതാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഇതാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. ഇത് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കേസാണ്. ഓക്കെ, ടൈമിങ്സ് നോക്കാം. യൂഷ്വലി വിത്തിൻ ദ ഫസ്റ്റ് 2 to 3 വീക്സ് ആഫ്റ്റർ ഡെലിവറി. ഡെലിവറിക്ക് ശേഷമുള്ള 2 to 3 വീക്സിലാണ് യൂഷ്വലി ആയിട്ട് കാണപ്പെടുന്നത്. ഇവിടെ സിംറ്റംസ് പറഞ്ഞാൽ കൺഫ്യൂഷൻ, ഹാലൂസിനേഷൻസ്, ഡെലൂഷൻ, എക്സ്ട്രീം അജിറ്റേഷൻ, റാപ്പിഡ് മൂഡ് സ്വിങ്സ് ആയിരിക്കും. ബേബി ബ്ലൂസിലാണ് ഇപ്പോൾ എല്ലാം മൈൽഡ് ആയിരുന്നു. പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് വന്നപ്പം മോഡറേറ്റ് ടു സിവിയർ ആയിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലേക്ക് വന്നപ്പോഴത്തേന് ഇത് മെഡിക്കൽ എമർജൻസിയാണ്. പേഷ്യന്റിന് കൺഫ്യൂഷൻ ഉണ്ടാവും, ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൾസ് ആയിട്ടുള്ള സെൻസറി പെർസെപ്ഷൻ ആണ്. അതായത് ഇപ്പം ആരൊക്കെ നമ്മളോട് സംസാരിക്കുന്നു, എന്തൊക്കെയോ കേൾക്കുന്നു, ഓഡിറ്ററി വിഷ്വൽ ഒക്കെ ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. പിന്നെ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആരും എന്നെ കൊല്ലാൻ നോക്കുന്നു അല്ലെങ്കിൽ എന്നെ ഹാം ചെയ്യാൻ നോക്കുന്നു എന്നൊക്കെയുള്ള ഒരു വിശ്വാസം, അതാണ് ഡെലൂഷൻ. പിന്നെ എക്സ്ട്രീം അജിറ്റേഷൻ ഉണ്ടാകുന്നു, അതുപോലെ റാപ്പിഡ് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുക. സിവിയാരിറ്റി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എമർജൻസി ആണ്. ഈ സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ റെയർ ആണ്, പക്ഷെ അത് ലൈഫ് ത്രെട്ടനിങ് ആണ്. ഇവിടുത്തെ അമ്മയ്ക്ക് എന്തൊക്കെ കെയർ ആയിരിക്കും കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ, സൈക്യാട്രിക് മാനേജ്മെന്റ്. പേഷ്യന്റിന് ഇങ്ങനെ ഹാലൂസിനേഷൻ ഒക്കെ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. അതുപോലെ സൈക്യാട്രിക് മാനേജ്മെന്റ്, സൈക്യാട്രിക് ആയിട്ടുള്ള മെഡിക്കേഷൻ ഒക്കെ കൊടുത്ത് അമ്മയെ ട്രീറ്റ് ചെയ്യുക. സ്പെഷ്യൽ നോട്ട് എന്ന് പറഞ്ഞാൽ ക്യാൻ പോസ് ഡേഞ്ചർ ടു മദർ ആൻഡ് ബേബി. നമ്മളിപ്പോൾ ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഡെലൂഷൻ ഒക്കെ വന്നിട്ട് നമ്മൾ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും ഡേഞ്ചർ ആണ്. ചിലപ്പോൾ എന്തെങ്കിലും കുഞ്ഞിനെ അമ്മ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അമ്മ സ്വയം ഹാം ചെയ്യാനൊക്കെ
കാരണവും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുത്തിട്ട് നമ്മൾ കെയർ ചെയ്യുക അമ്മേനെ. നെക്സ്റ്റ് മെയിൻ കീ പോയിന്റ്സ് നോക്കാം. ബേബി ബ്ലൂസ് ഈസ് കോമൺ ആൻഡ് മൈൽഡ്. നോ മെഡിക്കൽ ട്രീറ്റ്മെന്റ് യൂഷ്വലി നീഡഡ്. ഇവിടെ ബേബി ബ്ലൂസ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്, അതുപോലെ മൈൽഡ് ആണ്. അതുകൊണ്ട് യൂഷ്വലി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല, തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് മാറിക്കൊടും. പിന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നീഡ്സ് പ്രൊഫഷണൽ ഹെൽപ്പ്. ഇവിടെ കൗൺസിലിങ്ങും അതുപോലെ മെഡിക്കൽ ഇവാലുവേഷൻ ഒക്കെ ആവശ്യമുണ്ട്. അതുപോലെ ഫാമിലി സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ടൊക്കെ അമ്മയ്ക്ക് ആവശ്യമുണ്ട്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ഈസ് റയർ ബട്ട് ക്രിട്ടിക്കൽ. എമർജൻസി കെയർ നീഡഡ്. പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൽ പേഷ്യൻസിന് ഹാലുസിനേഷൻ, ഡെലൂഷനും സിവിയർ ആയിട്ടുള്ള മൂഡ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് അമ്മയ്ക്കും കുഞ്ഞിന് ഹാമാണ്. അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എമർജൻസി കെയർ കൊടുക്കണം, അതായത് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യണം. അതുപോലെ തന്നെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് അമ്മയ്ക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. നെക്സ്റ്റ് വൺ, ഫാമിലി സപ്പോർട്ട് ആൻഡ് ഏർലി റെക്കഗ്നീഷൻ ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഓൾ കേസസ്. അതായത് ഫാമിലി സപ്പോർട്ട് കൊടുക്കുക, ഏർലി ആയിട്ട് നമ്മൾ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഏർലി ആയിട്ട് നമ്മളത് കണ്ടുപിടിക്കുക. ഇതൊക്കെ ഈ 3 കേസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് അമ്മയ്ക്ക് പ്രോപ്പറായിട്ട് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയാണ് ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്, ഡെലിവറിക്ക് ശേഷമുള്ള ഇമോഷണൽ ചേഞ്ചസ്, അതായത് ബേബി ബ്ലൂസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആൻഡ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ നേഴ്സിംഗ് എക്സാം റിലേറ്റഡ് ടിപ്സ് ആൻഡ് വീഡിയോസിനുമായിട്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്